ഒടുവിൽ മെയ്ത്തികളും BJP സർക്കാരിനെ കൈയൊഴിയുന്നു. കേന്ദ്രത്തിനെ വേണ്ട എന്നാണോ മെയ്ത്തികൾ പറയുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? മണിപ്പൂർ അശാന്തമാണ്. മണിപ്പൂരിൽ ശാന്തി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഈ കുക്കികൾ, വലിയ കുക്കി സായുധ സംഘടനകൾ, ഈ കുക്കി വിഭാഗം തന്നെ പല സംഘടനകളുണ്ട് അതിനകത്ത്. അതിൽ ആയുധമേന്തി കലാപം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അവർ വലിയ തോതിൽ മെയ്തികളെ ആക്രമിക്കുന്നു, ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നു, കൊല്ലുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ് അതൊക്കെ. പക്ഷെ അത് മലയാള മാധ്യമങ്ങൾ ഈ മെയ്തികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ, ഏകപക്ഷീയമായ ആക്രമണങ്ങളെ അവർ പുറത്ത് ഇവിടെ വാർത്തയാക്കുന്നില്ല. നേരത്തെ ഈ മെയ്തികളും കുക്കികളും തമ്മിലുള്ള കലാപം ഉണ്ടായപ്പോൾ അത് വലിയ വാർത്തയൊക്കെയായി. കുക്കികൾ ഒരുപാട് വേട്ടയാടപ്പെടുന്നു എന്നാണ് പൊതുവേ നമ്മുടെ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. ഈ കുക്കികൾക്ക് വിദേശ സഹായമൊക്കെ കിട്ടുന്നുണ്ട്, അവർ സായുധ കലാപം നടത്തുന്നുണ്ട്, അതിന് ഇവർ തിരിച്ചടിക്കുന്നുണ്ട് ഒക്കെ. ഒരു പരിധി കഴിഞ്ഞാൽ ആരും തിരിച്ചടിക്കും. അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും മെയ്തികൾ വളരെ ശക്തമായ നിലപാടുമായിട്ടൊരു അവസാന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബിരേൻ സിംഗ് സർക്കാരിനെതിരെ. അതായത് അവർ കഴിഞ്ഞ ദിവസം അവിടെ തിങ്കളാഴ്ച ഈ സർക്കാർ ഒരു യോഗം വിളിച്ചിരുന്നു, MLA മാരുടെ യോഗം വിളിച്ചു. എന്നിട്ടൊരു പ്രമേയമൊക്കെ പാസ്സാക്കി. അതിൽ 27 MLA മാർ പങ്കെടുത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് മണിപ്പൂരിലെ സായുധ സേന പ്രത്യേക അധികാരം നിയമമുണ്ടല്ലോ, AFSPA, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട്, അത് ഇപ്പോൾ തിരിച്ചു അത് മണിപ്പൂരിൽ മുഴുവനുമല്ല, ഇവിടെ ഈ കുഴപ്പം നടക്കുന്ന 3 ജില്ലകളിൽ അത് കുഴപ്പം നടക്കുന്ന ജില്ലകളിൽ അത് സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അത് പുനരവലോകനം ചെയ്യണം, ആ നിയമം ഒഴിവാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. പക്ഷെ അതങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട്, അവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ അതൊന്ന് പുനരവലോകനം ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രമേയം പാസ്സാക്കി ഇവർ. അതിൻ്റെ കൂടെ ഈ ജിരിബാമിലെ കൊലപാതകങ്ങൾക്ക് കാരണക്കാരായ കുക്കി സായുധ സേന അംഗങ്ങളെ 7 ദിവസത്തിനകം പിടികൂടണം. നമ്മുടെ ഈ സൈന്യം പിടികൂടണം. പിന്നെ അങ്ങനെ തുടങ്ങി അവർ കുറച്ച് ഈ ആയുധധാരികളായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കുക്കി സംഘടനകളെ നിരോധിക്കണം, അവരെ അമർച്ച ചെയ്യണം. പിന്നെ എന്താ പറയുക, ഇങ്ങനെ കുറേ ആവശ്യങ്ങളാണ് മെയ്തി സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നതും. ഇത് ഈ സർക്കാർ, ഈ MLA മാർ ഈ പുനരവലോകനം ചെയ്യണം, AFSPA അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രമേയം, ഈ മെയ്തി സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി. പക്ഷേ ഈ പ്രമേയം മറ്റവർ സമാധാനപ്പെടുന്നില്ല, മെയ്തികൾ. കാരണം അവർക്ക് വലിയ ആൾനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അതുകൊണ്ട് ഈ ഒരു കാരണവശാലും ഞങ്ങൾ ഇനി ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനില്ല, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ നിറവേറ്റി തന്നില്ലെങ്കിൽ വലിയ തോതിൽ ഞങ്ങളും രംഗത്തിറങ്ങും എന്നാണ് മെയ്തികൾ ഇപ്പോൾ പറയുന്നത്. ഇത് കൂടാതെ ഇപ്പം ഇവിടെ ഇംഫാലിലടക്കം താഴ്വരയിൽ കർഫ്യൂവിൽ ചെറിയ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. രാവിലെ ഒരു 2-3 മണിക്കൂർ ജനങ്ങൾക്ക് പുറത്തിറങ്ങി സാധനമൊക്കെ വാങ്ങാം. ആ സമയത്ത് ഭയങ്കരമായ സെക്യൂരിറ്റിയാണ്, വലിയ തോതിൽ സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപാധികളോടെ ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 കാര്യങ്ങളും അവിടെ നടന്നു. ഇത് കൂടാതെ മെയ്തികളുടെ ഒരു സംഘടനയുണ്ട്, സംഘടനകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ എന്ന് പറയുന്നത് കോർഡിനേഷൻ കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇൻ്റഗ്രിറ്റി, കൊക്കോമി. അവരാണ് ഇപ്പോൾ യോഗം ചേർന്ന് ഈ വലിയ അവസാനം ഒരു താക്കീതും മുന്നറിയിപ്പും ഒക്കെ സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ പുതിയ പ്രമേയം പാസ്സാക്കണം. ഇപ്പോൾ പാസ്സാക്കിയ പ്രമേയം അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി, അത് പറ്റത്തില്ല. പുതിയ പ്രമേയം പാസ്സാക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുഴുവൻ ഓഫീസുകളും ഞങ്ങൾ താഴിട്ട് പൂട്ടും. എന്നുവെച്ചാൽ ഭരണം ഞങ്ങൾ സ്തംഭിപ്പിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം.
അതാണ് ഈ കോക്കോമി സംഘടനയിലെ ഈ കൂട്ടായ്മ ഇപ്പോൾ പുറത്തു വിടുന്ന കാര്യം. ഇവരെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം. ഏതാ? ഈ കുക്കികളുടെ സായുധ സംഘടനകളുണ്ടല്ലോ. കുക്കികൾക്ക് 2 തരം സംഘടനകളുണ്ട്. സമാധാനപരമായിട്ടൊക്കെ സമരം ചെയ്യുന്നൊരു വിഭാഗമുണ്ട്, അല്ലാതെ അക്രമ സമരം നടത്തുന്ന, ആയുധങ്ങൾ ഉപയോഗിച്ച് തോക്കും മറ്റുമൊക്കെ ഉപയോഗിച്ച് മെയ്തികളെ വെടിവെച്ച് കൊന്നും മറ്റുമൊക്കെ കലാപം നടത്തുന്ന ഒരു സായുധ സംഘടനകളും അവർക്കുണ്ട്. അതിൽ ഈ സായുധ സംഘടനകളെ മുഴുവനും ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിക്കണം. ഇതാണ് മെയ്തികളുടെ ആവശ്യം. ഈ മെയ്തികൾ പറയുന്നതിൽ ന്യായമുണ്ട്. കാരണം മെയ്തികളിപ്പം സമാധാനത്തിൻ്റെ മാർഗത്തിലാണ്. ആദ്യം കുക്കികളും മെയ്തികളും തമ്മിൽ വലിയ വിഷയമുണ്ടായി. അവിടെ സംവരണത്തിൻ്റെ പേരിലാണ് വിഷയം തുടങ്ങുന്നത്. അത് പിന്നെ കോടതിയിൽ നിന്ന് പിന്നെ ഹൈക്കോടതിയുടെ റൂളിങ് വന്നു. അതിനെതിരെയാണ് അവിടെ വലിയ തോതിൽ കലാപം, കുക്കികൾ ആക്രമണം അഴിച്ചുവിട്ടത്. ഈ മെയ്തികൾക്ക് ഗോത്രവർഗ പദവി കൊടുക്കുന്നതാണ് വിഷയം. അത് ആ ഗോത്രവർഗ പദവി, അവർക്ക് അതിനനുസരിച്ചുള്ള സംവരണാനുകൂല്യങ്ങൾ, ഇതായിരുന്നു വിഷയം. അപ്പോൾ അത് മെയ്തികൾ തിരിച്ചടിക്കാൻ തുടങ്ങി. ഇപ്പോൾ BJP സർക്കാർ മെയ്തികളുടെ പിന്തുണയോടുകൂടി BJP സർക്കാർ അവിടെ ഭരിക്കുമ്പം സ്വാഭാവികമായിട്ടും മെയ്തികൾ അവരുടെ ശക്തി കാണിച്ചു. അവർ സംഘടിച്ച് കുക്കികളെ അതിക്രൂരമായിട്ട് ആക്രമിച്ചു എന്നാണ് കുക്കികൾ പറയുന്നത്. തിരിച്ച് ഈ കുക്കികൾ കാലാകാലങ്ങളായിട്ട്, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, 50-60 കൊല്ലമായിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മെയ്തികളും പറയുന്നു. ഇതിന് ഒരു എന്താ പറയണ്ടേ, സ്വാഭാവികമായ രീതിയിൽ ഈ കലാപം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ അവിടെ അപ്സ്പ പിൻവലിച്ചതിന് ശേഷമാണ് ഈ കലാപം നടക്കുന്നത്. മറ്റേത് സായുധ സേനയുടെ നിയന്ത്രണത്തിലായിരുന്നപ്പം അങ്ങനൊരു കലാപം നടക്കാനുള്ള സാധ്യത അവിടെ ഇല്ലായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എഫ്സക്കെതിരെ പോരാടിയത് ഹിറോൺ ശർമ്മയൊക്കെ, അതുപോലെ പലരും അങ്ങനെ പലരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് കേന്ദ്ര സർക്കാർ അപ്സ്പ പിൻവലിച്ചത്. മാത്രമല്ല അവിടെ ഒരു ജനാധിപത്യം പുലർന്ന് കാണണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് വന്നു, ചർച്ചകളൊക്കെ നടന്നു. അങ്ങനെയാണ് അവിടെ എന്താ പറയണ്ടേ, ഇത് പുനഃസ്ഥാപിച്ച് ഈ അപ്സ്പ പിൻവലിച്ച് ജനാധിപത്യം വന്നു. അവിടെ ഇലക്ഷനൊക്കെ നടന്നു, കാര്യങ്ങളൊക്കെ പോയി. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കോടതി വിധിയുടെ പേരിലാണ് ഇത്രയും വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കിയത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒന്ന് ശാന്തമായി വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഈ കുക്കികൾ സായുധ കലാപത്തിന് ഇറങ്ങിയത്. പലരെയും തട്ടിക്കൊണ്ടുപോകുന്നു, വെടിവെച്ച് കൊല്ലുന്നു. ഈ ഒക്ടോബർ മുതലാണ് സ്ഥിതി വീണ്ടും രൂക്ഷമായത്, വഷളായത്. ഈ നവംബർ വരെ ഒരുപാട് ആക്രമണങ്ങൾ നടന്നു, ഒരുപാട് മെയ്തികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ മെയ്തികൾ പറയുന്നത്, ഇനിയും ഞങ്ങളിങ്ങനെ തുടരാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്കിങ്ങനെ ഞങ്ങളുടെ ആൾക്കാരെ കുരുതി കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ രക്തസാക്ഷികളാകാൻ തയ്യാറല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് രംഗത്തിറങ്ങും. ഇതിലിപ്പം ഇരട്ട എഞ്ചിൻ സർക്കാരിൻ്റെ പരാജയമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. അമിത്ഷാ രാജിവെക്കണം, ആഭ്യന്തരമന്ത്രി. കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കോൺഗ്രസ്സിന് അതൊക്കെ പറയാൻ, വിമർശിക്കാം കോൺഗ്രസ്സിന്. പക്ഷേ കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ്? മണിപ്പൂരിനെ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളിൽ ഒരു ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ ഉണ്ടായ പ്രശ്നമല്ലല്ലോ. എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്നതാണ് ഈ കുക്കി മെയ്തി കലാപം. അപ്പോൾ അവർ രണ്ടുപേരും അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലതരം സമ്മർദ്ദങ്ങൾ സർക്കാരുകൾക്ക് മേൽ ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് സർക്കാരിന് ഇത് ഇത്രകാലവും ഇത് പരിഹരിക്കാൻ പറ്റിയില്ലേ? അവർ കോൺഗ്രസ് സംസ്ഥാനവും കേന്ദ്രവും ഭരിച്ചുകൊണ്ടിരുന്നല്ലോ, അപ്പോഴൊന്നും അവർക്ക് ഇതിന് സാധിച്ചില്ലേ? പിന്നെ ഇതിനെ വിമർശനത്തെ വെറും രാഷ്ട്രീയ വിമർശനമായിട്ട് കണ്ടാൽ മതി, യാതൊരു അർത്ഥവുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ മെയ്തികളുടെ ആവശ്യം വളരെ ഗൗരവത്തിൽ കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ടതാണ്. അത് അപ്സ്പ പിൻവലിക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യം സുരക്ഷാ പ്രശ്നങ്ങളുടെ ഭാഗമാണ്. അത് മുൻനിർത്തി മാത്രമേ അക്കാര്യം കേന്ദ്ര സർക്കാർ ചെയ്യാവൂ. അല്ലാതെ ഇവരെ ആവശ്യപ്പെടുന്നത് കൊണ്ട് ഞങ്ങളുടെ ഭരണമുന്നണിയിലുള്ള ഒരു കക്ഷിയാണ്, അതുകൊണ്ട് അവരാവശ്യപ്പെടുന്നത് പോലെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ സാധ്യതയുമില്ല. അതിന് അമിത്ഷായോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും മണിപ്പൂർ പുകയുകയാണ്, അശാന്തി മണിപ്പൂരിൽ എങ്ങും വിളയാടുകയാണ്. എത്രയും പെട്ടെന്ന് മണിപ്പൂർ ശാന്തമാകട്ടെ, അതിന് വേണ്ടുന്ന കർശന സൈനിക നടപടി അവിടെ ഉണ്ടാകണം. സമാധാനത്തോടെ ആൾക്കാർക്ക് അവിടെ കഴിയാൻ സാധിക്കണം. കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടണം, ഇരകൾക്ക് നീതി ലഭ്യമാക്കണം. ഇതാണ് ഈ അടിയന്തരമായിട്ട് മെയ്തികൾ ആവശ്യപ്പെടുന്ന കാര്യം. അത് സർക്കാർ നിറവേറ്റട്ടെ, അതിനുള്ള ശക്തി, അതിനുള്ള മനസ്സ് സർക്കാർ കാണിക്കട്ടെ എന്ന് നമുക്ക് കരുതാം.